ചന്തയുടെ പാൽക്കാരൻ. ഇന്ന് 32 ലിറ്റർ പാല് കൊണ്ടുപോയി. 32 × 36 1 ലിറ്റർ പാലിന് 36 രൂപ. മൊത്തം 1152 രൂപ. ഇതിൽ 15 രൂപയുടെ കുറവുണ്ടല്ലോ. അത് പിന്നെ എന്റെ ഈ ടയർ പഞ്ചറായി പോയി. ടയർ പഞ്ചറായി പോയി. നിങ്ങളുടെ സൈക്കിൾ മാത്രം എന്നെ എന്നും പഞ്ചറാകുന്നത്. ഇത് തന്നെ ഞാനും ചോദിക്കുന്നത്, എനിക്കറിയാൻ പാടില്ല. നീ സത്യം പറ, നിങ്ങൾ ഇന്ന കാശ് അംബികമാളിന് കൊടുത്തില്ലേ? ഇല്ല ചെല്ലം, ഞാൻ അങ്ങനെ കാണിക്കുന്ന ആളെയല്ല. എന്നെ വിശ്വസിക്കുന്നത്, നിന്നാണ് സത്യം. എന്നെ പിടിച്ച് സത്യം ഇടണ്ട. എന്നെ കൊണ്ടാണ് ഇട്ടിട്ട് എന്റെ തല പൊട്ടാൻ. സത്യം പറ, എത്ര ലിറ്റർ വെള്ളം ഇന്ന് പാലിൽ ചേർത്തത്? 1 2 3 4. ആ പൈസ നിങ്ങൾ ഇന്ന് ദേവിക അമ്മാളിന് കൊടുത്തില്ലേ? അയ്യോ, സത്യമായിട്ടും ഇല്ല. നോക്കിക്കോ, കാണിച്ചു തരാം. ഉടുപ്പിക്കാനായിട്ട് ഇറങ്ങിയിരിക്കാം. അങ്ങനെ 1100 രൂപയുടെ സാധനം അവൾ അടിച്ചു പൊട്ടിച്ചു. സമയം ഉള്ള വാങ്ങൂ. ഇത് പാലാണോ അതോ കാടിവെള്ളമാണോ? നിങ്ങൾ തന്നെ അത് പറയണം. ഏതായാലും അമ്മാള് പൂട്ടും തെക്കും പൂട്ട് പൊളിക്കും. ഇങ്ങോട്ട് വന്ന് അവിടെ മാതിരിയാക്കിയിരുന്നു. അങ്ങോട്ട് ഇവിടെ നോക്ക്. എവിടെ പറയാൻ തുടങ്ങിട്ട് കാലം കുറെ ആയല്ലോ. എന്റെ പെരുമാളാണ് സത്യം. ഈ തട്ടാനെ പറ്റിക്കാണെന്നേ. കഴിഞ്ഞ തേരോട്ടത്തിന് പണിയാൻ കൊടുത്തതാ. ഇപ്പൊ തട്ടാൻ എനിക്കിട്ട് പണി തുടങ്ങി. അതെങ്ങനെ? നീ തന്നെ നാട്ടുകാരുമ്പോ വിളിച്ചു കൂവിക്കൊണ്ട് കിടക്കല്ലേ. തക്കം കൊണ്ടുവരണ പാലിന് വെള്ളം കൂടുതലാണ്. അതെ, അങ്ങനെ പറഞ്ഞാലേ ഇതൊക്കെ നടക്കൂ. അല്ലെങ്കിൽ കാണായിരുന്നു. കിളവി വക്കീലാപ്പീസ് പോയിട്ട് കിട്ടുന്ന കാശ് മുഴുവൻ സുബൈക്ക് കൊടുക്കാനാ പരിപാടി. മോളും ചത്തു, മരുമകൻ 2ാമത് കല്യാണം കഴിച്ചു. ഇത് ഷഷ്ടി പൂർത്തിയല്ല, കനകാഭിഷേകവും കഴിഞ്ഞിട്ടേ പോകൂ. എന്റെ പെരുമാളെ, എത്രയോ പേരെ നീ മുകളിലോട്ട് വിളിക്കുന്നു. അതെ, കിളവി ചത്തു കഴിഞ്ഞാൽ നിനക്ക് വല്ലതും കിട്ടും. നിനക്ക് കിട്ടിയാൽ അത് എനിക്ക് കിട്ടിയ പോലെ അല്ലേ? എന്നിട്ട് വേണം ഒരു കൊച്ചു മിൽമാ ബൂത്ത് തുടങ്ങാൻ. കിളവിക്കേ ഇപ്പൊ പാട്ടിലും കമ്പം തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരോട് ഹരിമുരളീരവം പാടാൻ പറയും. അതെന്തിനാ? പുലി ശ്വാസം കിട്ടാതെ പെട്ടെന്ന് ചാവൂടി. വീതിയിൽ രഥചക്രമുരുട്ടി. കാലം ചിലർക്കൊക്കെ മാറി, ചിലരെയൊക്കെ മാറ്റി. ജപസൂര്യ ഗായത്രി ശ്രുതി ചേരും നേരത്ത് ഇളം മഞ്ഞിൽ വരമഞ്ഞളറയുന്നിതാ. പൂങ്കുയിൽ പാടുന്ന പുതുമനമുറ്റത്ത് പുലർവെയിൽ കോലങ്ങൾ എഴുതുന്നിതാ. 4 കെട്ടിന്റെ അറവാതിൽ തുറക്കുന്നിതാ. നന്മയോലുന്ന ശ്രീദേവിക. ജപസൂര്യ ഗായത്രി ശ്രുതി ചേരും നേരത്ത് ഇളം മഞ്ഞിൽ വരമഞ്ഞളറയുന്നിതാ. പൂങ്കുയിൽ പാടുന്ന പുതുമനമുറ്റത്ത് പുലർവെയിൽ കോലങ്ങൾ എഴുതുന്നിതാ. ആ ശർമ്മേ, ആ ഗുമസ്തൻ ആളൊരു ത്വരപ്പനാ. എന്താണ് അവൻ അങ്ങനെ പറഞ്ഞത്? കിളവിയാണെങ്കിൽ ചാവുന്നുമില്ല. ചത്തിട്ട് ഈ വീട് സ്ഥലവും ആ തുണ്ടത്തിൽ സ്വാമിക്ക് കൊടുത്തിട്ട് 4 ചക്രം ഉണ്ടാക്കാന്ന് വെച്ചാ അത് നടക്കൂല. ആ പൂതിന് വേണ്ടെന്നാ തോന്നുന്നത്. അതെന്താ? അതെ, അപ്പുറത്ത് പട്ടർ വന്നതിന് ശേഷം കിളവിക്ക് ആകെ മാറ്റാം. കളിയും ചിരിയും ഒക്കെയാ. പറഞ്ഞതുപോലെ കനകാഭിഷേകം വരും പോകുന്ന എനിക്ക് തോന്നുന്നു. എന്റെ പേടിയാ തെളുങ്കത്തി കൊച്ചി എല്ലാം അടിച്ചോണ്ട് പോവുന്നാ. ആ വെള്ളപ്പാറ്റ ഞാനും കണ്ടിരുന്നു. എന്തോ അബദ്ധത്തിലൊന്ന് ചോദിച്ചതാ.
പച്ചയ്ക്ക് തെറി പറയുന്ന പോലെ എനിക്ക് തോന്നിയത്. ഒന്നും രണ്ടും അല്ല, 15 കൊല്ലം ഈ കിടപ്പ് തുടങ്ങിയിട്ട്. കവലപ്പെടാതെ ചെല്ലാം. ഈ കിളവിക്ക് പാഷാണം വല്ലതും ഞാൻ കലക്കി കൊടുക്കും. എനിക്ക് ഉറക്കം വരുന്നുണ്ട്. അയ്യോ, നേരം എടുത്തു. പോ നോക്ക്. പോ കണ്ണാ. കഥ കടച്ചേക്ക്. കൗസല്യ സുപ്രഭാതം. തുറക്കടി. അവരവിടെ നിൽക്കുന്നു. ക്ഷമിക്കണം. ഞാൻ പോന്നു. കഥവ് സാത്തിട്ട് പോ. വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യം? കവലപ്പെടാതെ. എന്നാലും അയാൾ എന്നോടിങ്ങനെ ചെയ്തു കളഞ്ഞല്ലോ. ചില മനുഷ്യരങ്ങനെയാ, പാപമേ ചെയ്യൂ. തെക്കേമഠത്തിലെ കൗസല്യ ഇത്ര ഭയങ്കരയാണെന്ന് ആരും അറിഞ്ഞില്ല. കൊറേ കാലായിട്ട് ഇങ്ങനൊരു സംബന്ധം ഉണ്ടായിരുന്നു അത്രേ. ആ പാവം ദേവമാളെ രണ്ടാളും ചേർന്നങ്ങ് അയ്യോ പെരുമാളെ. ഇപ്പൊ എവിടെയുണ്ട്? നാണക്കേട് സഹിക്കാൻ വയ്യാത്തോണ്ട് നാട് വിട്ടു പോയെന്നാ പറയണത്. സേലത്തുണ്ടെന്ന് സുപ്രനോട് ആരോ പറഞ്ഞത്രേ. ഇനി വരില്ലേ? വന്നിട്ട് എന്ത് കാര്യം? ഇനി എനിക്ക് അയാളെ വേണ്ട. എന്നെ വേണ്ടാത്തോണ്ടല്ലേ വേറൊരുത്തി തേടിപ്പോയത്. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി നീ നന്നായിട്ട് ജീവിച്ചു കാണിക്കേ. ആ വടയക്ഷി കൗസല്യ എന്റെ ജീവിതം കുട്ടിച്ചോറാക്കിയത് അവൾ ഒരു കാലത്തും ഗുണം പിടിക്കില്ല. ദേവമാളെ, ഇവിടെ 1/2 ലിറ്റർ അല്ലേ? ഞാൻ അങ്ങ് പാല് വിൽപ്പന തുടങ്ങി. ജീവിക്കണ്ടേ? ആദ്യത്തെ 1-2 നാള് പ്രശ്നമായിരുന്നു. ഇപ്പൊ ഒക്കെ തരായി. തെക്കനെ കുറിച്ച് ഏതാവത് വിവരം? എനിക്ക് ആ പേര് കേൾക്കുന്നേ ഇഷ്ടമല്ല. എന്നെ വേണ്ടാത്ത ആള് എന്നെ കളഞ്ഞിട്ട് പോയി. ഞാൻ അങ്ങനെ കൂട്ടിട്ടുള്ളൂ. ഞാനും ഇവിടെ ഒറ്റയ്ക്കായി, അമ്മാളും ഒറ്റയ്ക്കായി. അമ്മാളിനൊരു തുണയായി ഞാനിവിടെ കഴിഞ്ഞോട്ടെ. ഓ, ഞാനൊന്നും പറഞ്ഞില്ല. ദേവമാളൊന്നും കേട്ടിട്ടുമില്ല. ഞാൻ ഇറങ്ങുക.